വിഷമം പറഞ്ഞ് കത്തിക്കയറിയതോടെ PV അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒഴികെയുള്ള മറ്റെല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും കണ്ണിലുണ്ണിയായി മാറുകയാണ്. PV അൻവർ UDF-ൽ വേണ്ട എന്ന് സതീശൻ അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കണ്ട എന്ന് മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ തുറന്നടിച്ചു. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവർ നിർണായക ശക്തിയാണെന്നും PV അൻവറിന്റെ കയ്യിലുള്ള വോട്ട് UDF-ന് കിട്ടിയില്ല എങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്നും വ്യക്തമാക്കിയ K. സുധാകരൻ ഇക്കാര്യം VD സതീശനെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ഇരിക്കുകയാണെന്നും പറഞ്ഞിരിക്കുന്നു. മുസ്ലിം ലീഗിന് വരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് PV അൻവറിനെ UDF-ൽ എടുക്കുന്ന തീരുമാനം എന്നിരിക്കെ അതിനിടയിൽ വന്ന് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവിന് ആരാണ് അധികാരം നൽകിയതെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. ഭാവിയിൽ UDF-ന് അൻവർ ബാധ്യതയാകുമെന്ന് തോന്നുന്നില്ല. ഘടകകക്ഷിയാക്കണമെന്നാണ് അൻവറിന്റെ ആവശ്യം. ഇത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല, പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവിനെതിരെ അൻവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, എന്നാൽ അങ്ങനെ പറയുന്നത് ശരിയല്ലെന്നും അത് അൻവറിനെ വിളിച്ചാവശ്യപ്പെടുമെന്നും സുധാകരൻ ഇതിനോടൊപ്പം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ PV അൻവറും തയ്യാറാവണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ഏതായാലും K. സുധാകരൻ കുറച്ച് കടുപ്പിച്ചു തന്നെ VD സതീശനെതിരെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ സുധാകരൻ മാത്രമല്ല, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവരും അൻവറിനെ UDF കൈവിടില്ല എന്നും ഒപ്പം നിർത്തുമെന്നും ഉള്ള സൂചന വ്യക്തമായി നൽകിക്കഴിഞ്ഞു. അതിൽ KPCCയുടെ മുൻ അധ്യക്ഷൻ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് താൻ അൻവറുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും എരിതീയിൽ ആരും എണ്ണ ഒഴിക്കരുത് എന്നുള്ള മുന്നറിയിപ്പും രമേശ് ചെന്നിത്തല VD സതീശന് നൽകിയിട്ടുണ്ട്. അങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അൻവറിനെ ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ VD സതീശൻ ഒറ്റപ്പെടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. KC വേണുഗോപാലിന്റെ വാക്കുകൾ എനിക്ക് കൂടുതൽ സന്തോഷം നൽകിയെന്നും UDF-ലേക്കുള്ള വരവ് കൂടുതൽ വാതിലുകൾ തുറന്നിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് ഏറ്റവും അവസാനം PV അൻവർ നൽകുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ VD സതീശനും ഒഴികെയുള്ള K. സുധാകരൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എല്ലാവരും PV അൻവറിന് അനുകൂലമായുള്ള ഒരു നീക്കം നടത്തുകയാണ്. നമുക്ക് സുധാകരന്റെ വാക്കുകൾ കേട്ടു നോക്കാം. അൻവറിന്റെ കാര്യത്തിൽ എന്താണ് ഒരു തീരുമാനം വരുന്നത്? അൻവർ ഇപ്പോൾ സ്വരം കടുപ്പിക്കുകയാണ്, ഇനി കാല് പിടിക്കാനില്ല എന്നൊക്കെയാണ് അൻവർ പറയുന്നത്. ഇത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു വിഷയമാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചുള്ളത്. ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങൾ. ആ തർക്കങ്ങൾ തീർക്കാനുള്ള അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളാരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല അൻവറോട് ഇങ്ങോട്ട് വരണമെന്ന്. അൻവർ സ്വയം ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തി കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് അൻവർ. അദ്ദേഹം കോൺഗ്രസ്സിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ഇടപെട്ട് അദ്ദേഹവുമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട്. ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ആ ശ്രമം ഭംഗിയായി തീരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. എന്തായാലും നിലമ്പൂർ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്യമായി UDF സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്ന അൻവർ തിരുത്തേണ്ടതല്ലേ? തിരുത്തിക്കൊണ്ട് വേണ്ടേ? അവർ ചർച്ചയിൽ പരിഹരിക്കേണ്ടുന്ന വിഷയമാണത്. അത് പത്രസമ്മേളനം നടത്തേണ്ട വിഷയമല്ല. അത് നമ്മളൊന്ന് ഇരുന്ന് സംസാരിച്ച് ആ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്തി ആ പരിഹാരം ഉൾക്കൊണ്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തി ആ വിവരം പൊതുജനങ്ങളെ അറിയിക്കുക എന്നതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ വശം. അൻവർ ഈ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് കടന്നുകൈയായി പോയോ ശരിക്കും? അതിപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാതെ സ്വാഭാവിക. സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്നത് അദ്ദേഹം നമ്മളെ പാർട്ടിക്കാരനല്ലല്ലോ, മറ്റൊരു പാർട്ടിയിലാണല്ലോ. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടാകും. കുറച്ച് കോൺഗ്രസിലെ നേതാക്കന്മാർ അൻവറുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങളൊക്കെ നടത്തുന്നു. ചില ആൾക്കാർ അൻവറിനെ തീരെ വേണ്ട അല്ലെങ്കിൽ അൻവറിനായിട്ടൊരു കടുംപിടുത്തത്തിലേക്ക് പോകും. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിലുണ്ടോ?
അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അല്ലല്ലേ 2 ദിവസം മുമ്പല്ലേ 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് UDF-ഓടൊപ്പം വരണം, കോൺഗ്രസോടൊപ്പം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാമെന്നും എൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാനടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. അത്രയും മാത്രമേ എനിക്ക് ഇപ്പം നിലവിലുള്ള എൻ്റെ ഒരു പറയാൻ പറ്റുള്ളൂ. ഇതിലെ PV അൻവറിന്റെ ഒറ്റ ആവശ്യം UDF ഘടകകക്ഷിയാക്കണം, തൃണമൂലിനെ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യമാണ്. പക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതുവരെ അതിലൊരു അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചില്ല. ഒടുവിൽ അല്ല, ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിനില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. PV അൻവർ ആയാലും പ്രതിപക്ഷ നേതാവിനെ മാത്രം കുറ്റം പറയുന്ന ഒരു രീതിയാണ് ഇപ്പൊ രാവിലെയൊക്കെ കണ്ടത്. അദ്ദേഹം മാത്രം തീരുമാനം എടുത്തു, VD സതീശൻ മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ഈ സ്ഥാനാർത്ഥിത്വം അടക്കം എന്നുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാവാം. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അത് പറയുന്ന മേലത് ആവർത്തിക്കരുതെന്ന്. മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളതെന്നാണ് പറയുന്നത്. ആര്? അൻവർ. മുതലേ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു അൻവർ. അതെ, നമ്മൾ കാലിയായല്ലോ. സാരമില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം. VD സതീശൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ അൻവർ വരുന്നതിനോട്? അത് സതീശനോട് ചോദിക്കണ്ട, എന്നോടല്ല. നമ്മൾ അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്നൊരു ചർച്ച ഇതിന് പുറത്ത് നടത്തിയിട്ടില്ല. അത് സത്യം. പുതിയ പ്രസിഡന്റ് വന്നു. പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ്. അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇന്ന് രാവിലെ സണ്ണി ജോസഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇരുന്നൊന്ന് സംസാരിക്കട്ടെ. ഒരു വട്ടം പോലും സംസാരിച്ചിട്ടില്ല. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം. അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായമല്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ബലാബലം പരിശോധിക്കുന്ന മാനദണ്ഡമെന്ന് ചിന്തിക്കുന്നത് തെറ്റ്. നമുക്ക് UDF-ന്റെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തിയൊരു തീരുമാനമെടുക്കുന്നതാണ് ആ ഫൈനൽ തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി 2 ദിവസം കാത്തിരിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 1-2 ആളോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് താല്പര്യമുണ്ട്. അവർക്ക് പിന്നെ UDF-ന്റെ അകത്ത് അൻവറെ കൊണ്ടുവരണമെന്ന താല്പര്യം മുസ്ലിം ലീഗിനുണ്ട്. ഇതിൽ ഒരു ഭിന്നാഭിപ്രായം UDF-ൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അൻവറിനെ ഘടകകക്ഷിയാക്കുന്നതിൽ നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് എവിടെയാ തെറ്റിയതെന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിക്കെതിരായി വളരെ രൂക്ഷമായി അൻവർ സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞാലും ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വരാൻ പോകുന്ന ഒരു മുന്നണിയിലേക്ക് വരാൻ പോകുന്ന ഒരു നേതാവ് അങ്ങനെ പരസ്യമായി പറഞ്ഞപ്പോഴുണ്ടായ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം അതിൻ്റെ അകത്ത് അത് അങ്ങോട്ട് തുടരുന്ന പ്രശ്നമില്ല. അത് അൻവറോടൊക്കെ ഞങ്ങൾ